അല്ലേ? ഒരു തലക്കെന്ന് തുടങ്ങ കത്തിക്കലും പിടിക്കലും ഒക്കെ പറ്റുമോ? നാളെ വണ്ടി കയറിക്കോ, ആദർശം സംരക്ഷിക്കട്ടെ. എവിടുന്നാ ബനക്കം വരുന്നത്? നല്ല രസമുണ്ടാവും. തങ്ങളുട്ടിന് വന്നാൽ ഇവൻ എന്ത് ചെയ്യണം? ഒരു തങ്ങളാണ് വരുന്നത്. ഇവിടെ വാടാ, അസ്സലാമു അലൈക്കും. തങ്ങളാ തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ സിംഹം ഇങ്ങനെ രണ്ടൊച്ചേക്കാരം രണ്ടൊച്ച ഉണ്ടാക്കുമ്പോ സിംഹേ എന്നാ ഒരു തങ്ങളുട്ടി ഒന്ന് ഉറപ്പിച്ചിട്ട് ഒന്നാണ് വെച്ചുകൊടുക്കുക ആ കൂട്ടിക്ക്. ഇങ്ങോട്ട് കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് ആ കൂടടച്ചിട്ട് ഒരു രണ്ടാളും ഒന്ന് അങ്ങോട്ട് നടക്കും. ഒറിജിനാലിറ്റി കുട്ടി അങ്ങോട്ട് വന്നു. അടുത്ത ആള് വന്നാണ് ഒന്നും വെച്ചു അല്ലേ? സമസ്തക്കാര് തങ്ങന്മാരെയും പിടിച്ചൊന്ന് സൂ സന്ദർശിക്കും. പറയുമ്പോ ആലോചിക്കണ്ടീനി അല്ലേ? ഒന്ന് ചൂണ്ടുമ്പോ 4 തിരിച്ച് ഇങ്ങോട്ട് ചൂണ്ടുന്നു അല്ലേ? ആ ജിഫിരി മുത്തു തങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് വെച്ചുകൊടുത്താൽ മതി. നിങ്ങളും കഴിച്ചില്ലായി നമ്മളും കഴിച്ചില്ലായി. അതിനെ കൊണ്ടുള്ള ഇടങ്ങേറ് പെങ്ങളും സഹിക്കണേ നമുക്ക് അറിയാലോ അല്ലേ? പൈതറയും തങ്ങളുടെ കാര്യത്തിലൊക്കെ ഇവർക്ക് സംശയം. കാരണം ചന്ദ്രിക അപ്പോ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. തങ്ങളൊരു തീരുമാനമാണ് പറഞ്ഞാൽ ചന്ദ്രികയിൽ ഇനി സമസ്തൻ്റെ മാത്രം കൊടുത്താൽ മുജാഹിദിൻ്റെ ജമാഅത്തിൻ്റെ ആർക്കും കൊടുക്കണ്ട, സമസ്തൻ്റെ മാത്രം കൊടുത്താൽ മതി പറഞ്ഞാൽ തീരണം. പക്ഷെ തങ്ങൾ പറയണില്ല. അതുകൊണ്ട് ഈ പോയിന്റ് വെച്ചിട്ട് പൊതുക്കെ തങ്ങളൊന്നാണ് വെച്ചു കൊടുത്താലോ അല്ലേ? നിങ്ങൾക്ക് നല്ല സുഖമായി. അതെ 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 അതെ. മജീദ് ഉസ്താദ് പറയുന്ന അസ്സരി തങ്ങളെ ഒഴിവാക്കണ്ടില്ല. ഇനി ഈ പരിശോധനക്കാണ് കൊണ്ടുപോയിട്ട് വെച്ചു കൊടുത്താൽ അൽഹംദുലില്ലാ നമ്മളെ കഴിച്ചില്ലായി അല്ലേ? മുത്തവക്കലിൻ്റെ മേലൊരു ഫാത്തിഹ ഓതുക ഉണ്ട്. പിന്നെ പറയണത് സനത് വേണമെന്ന്. AP വിഭാഗത്തിൻ്റെ സനതും ഓലെ കേശം ഓലെ കത്തിക്കലും ഒക്കെ ഓല് പറയട്ടെ, ആ വിഷയത്തിലേക്ക് ഞാനില്ല. അതേ സമയത്ത് ഖുതുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി അല്ലാഹുമ്മ മുദ്ദലില്ലഹുൽ ആലി, മഹാനുഭാവന്റെ കയ്യിൽ തിരുകേശമുണ്ടെങ്കിൽ ആ തിരുകേശം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കേശമാണ് എന്ന് തെളിയിക്കാൻ ഏതു മാനദണ്ഡമാണ് നീ പറയുന്നത് എങ്കിൽ ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് നിങ്ങളുടെ കൂടാരത്തിലെ സർവ്വയാളുകളെയും ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഉണ്ടെങ്കില് ഞാൻ പറഞ്ഞു, AP കുട്ടികളോട് കൊഞ്ചണ മാതിരി ഖുതുബുസ്സമാനോട് കൊഞ്ചാ പല്ലണ കൊഞ്ഞാടൂല കൂട്ടരെ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താ മനസ്സിലാക്കിയത്? നാവിങ്ങനെ അടിക്ക എന്ന് കരുതിയിട്ട് കുറെ കാലമായി നീ നാക്കിട്ടടിച്ച് പൊതുജനങ്ങളുടെ ഹൃത്തടങ്ങളിൽ കുടിക്കൊള്ളുന്ന മഹത് സന്ദേശത്തെയും മഹത്തായ സാന്നിധ്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് നീ നാടും നഗരവും മലിനമാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഖുതുബുസ്സമാനോടുള്ള നിന്റെ കളിയുടെ അവസാനത്തെ കളിയായിരിക്കും ഇത് എന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഏതു മാനദണ്ഡമാണോ നിനക്ക് വേണ്ടത്? ആ മാനദണ്ഡം സനദിന്റെ അടിസ്ഥാനത്തിൽ നീ ഏത് മാനദണ്ഡമാണോ പറയുന്നത് എങ്കിൽ ആ മാനദണ്ഡം പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നീ ആദ്യം വന്ന് കോട്ടക്കലങ്ങാടിയിൽ വിശദീകരിക്കുക. ഇന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കണം. ആ മാനദണ്ഡം ഞാൻ പറയാൻ കാരണം പ്രമാണങ്ങളുടെ ഇന്ന തെളിവ് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു, ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു, മുസ്ലിം ഉമ്മത്ത് അംഗീകരിക്കുന്ന പ്രമാണം ഇന്ന രീതിയിൽ പറഞ്ഞു, അതുകൊണ്ട് ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തെളിയിക്കൽ നിർബന്ധമാണെന്ന് ദീൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തെളിയിക്കണം. ആണത്തുണ്ടെങ്കിൽ വന്നിട്ട് പറയേ അല്ലേ? ഉണ്ടങ്ങളെടുത്ത് ഉണ്ടോ? സനദാണോ വേണ്ടത്? നീ പറ. അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാർ, അതുകൊണ്ട് ബർക്കത്തെടുക്കണമെങ്കിൽ സനദ് വേണമെന്ന് വ്യക്തമായ സനദിന്റെ അടിസ്ഥാനം. നീ സനദ് വേണമെന്ന് പറഞ്ഞത് സനദിന്റെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കാൻ നീയല്ല, നിന്നെ പിന്താങ്ങുന്ന, നിന്നെ അംഗീകരിക്കുന്ന ആ പ്രസ്ഥാനത്തിൽ ഉമ്മ പെറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹപൂർവം അവരെ സ്വാഗതം ചെയ്യുകയാണ്. അല്ലേ? ഇനി വഹാബിയാൾ വേണമെങ്കിൽ പോലും വന്നോളി. ഏതൊക്കെ പുണ്ണാക്കളാണുള്ളത് എങ്കിൽ അവരൊക്കെ വരട്ടെ.
കാളിയാണ് പടി. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? മഹാന്മാരുടെ ആധാറുകളുണ്ട് എന്ന് പറയുമ്പോഴേക്കും നീ എൻ്റെ സൈക്കിൾ എടുത്ത് കൂടുക. ആരാടോ നീ? നിനക്ക് സുന്നത്ത് അറിയുമോ? ഇസ്ലാമിന്റെ ആദർശം അറിയുമോ? ആശയങ്ങൾ അറിയുമോ? നീ പറയുന്ന ഈ വിഡ്ഢിതങ്ങൾ അരുത് കാട്ടാള മാനിഷാദ, അരുത് കാട്ടാള, അരുത് എന്ന് പറയാൻ ആ കൂടാരത്തിൽ ആരുമില്ല കൂട്ടരെ. ഹബീബുമായിട്ടാണോ നിങ്ങളുടെ ഏറ്റുമുട്ടൽ? അപകടമല്ലത്. കൊണ്ടുവാ. സനത് വേണോ? സനത് കൊണ്ടാണ് തെളിയിക്കപ്പെടേണ്ടത് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ അംഗീകരിക്കേണ്ടത്. സ്വഹീഹായ സനത് വേണമെന്ന് നിനക്ക് വാദമുണ്ട് എങ്കിൽ അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, സനദിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് പറ. അതാ നീ ചെയ്യേണ്ടത്. കഴിഞ്ഞില്ല. സനത് അതിന് മാത്രം പോരാ അല്ലേ? നിങ്ങൾ ശംസുൽ ഉലമന്റെ പോരിശ പറയാറില്ലേ? ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ സ്മരണിക എടുത്തു നോക്കിയാൽ അതിൽ കാണാം മുത്തുപ്പേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദാവൂദുൽ ഹക്കീം വലിയുള്ള മഹാനുഭാവൻ അല്ലെ. എങ്ങോട്ടിപ്പം പറയാണ് AP ഭാഗത്തിന്റെ മാതിരി ഇവരും ഒരു സ്വപ്നമൊക്കെ കണ്ടിട്ട് ഓലിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്, ഒക്കെ റെഡിയാക്കി. മറ്റോലെ ചേലും കോലം കണ്ടിട്ട് പേടിച്ചിട്ട് നിൽക്കണം. അന്നൊക്കെ പേടിച്ചിന കാലത്ത് മരിച്ചല്ലേ പൊന്നു സാധു നല്ലേ. ഓനങ്ങനെ കണ്ടിട്ട് പേടിച്ച്. നാളെ ഞാൻ കണ്ടു, സംസാരിച്ചു, നേരിട്ട് സംസാരിച്ചു. എൻ്റെ ഒരു എളാപ്പ ഉണ്ടായിരുന്നു കൂടെ, മൂപ്പര പാർട്ടിയിൽപ്പെട്ട ആളാ. അള്ളാഹു ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ദുആ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഹമീദ് ഫൈസി, ഞാൻ യാദൃശ്ചികമായ റോട്ടിൽ നിന്ന് കണ്ടാട്ടോ, പൊരുത്തപ്പെടിച്ചാൻ പോയതൊന്നുമല്ല. ഹമീദ് ഫൈസി, നമ്മൾ കൂടെ കുറേ വർക്ക് ചെയ്ത് സമസ്തയിലൊക്കെ കുറേ ഇബാദ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ 4-5 സിറ്റിങ് ക്രസൻറ്റ് ബോർഡിംഗ് മദ്രസയിൽ ഞാനും പൂക്കോട്ടൂരും ഹമീദ് ഫൈസിയും ഷാഉൽ ഹമീദും SV ഒക്കെ പാടെ കൂടിയിട്ട് ഇബാദൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇഞ്ഞാണ് അതിൻ്റെ കൺവീനർ. ഞാൻ അതിനാകണില്ല എന്ന് പറഞ്ഞ് ഞാൻ പട്ടിക്കാട് പഠിക്കാം. അതിൽ അന്നൊക്കെ നമ്മൾ കുറേ കൂടി സംസാരിച്ച. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ അനിഷ്ടകരമായി സംഭവിച്ചിട്ട് പൊരുത്തപ്പെടണം. അല്ലാതെ ഈ സംവാദമല്ല കേട്ടോ, ഈ ഏറ്റുമുട്ടലല്ല, വാദപ്രതിവാദമല്ല, ഈ ത്വരീഖത്തിന്റെ വിഷയത്തിലുള്ളൊന്നുമല്ല. ഇപ്പൊ പറഞ്ഞോ കണക്ക് വേണ്ടി തന്നെയാണ്. അത് പൊരുത്തപ്പെടിച്ചേണ്ടിയല്ല, ഇത് അള്ളഹാനോട് പൊരുത്തം വാങ്ങേണ്ട സംഗതികളാണ്. അപ്പം ഞാൻ പറഞ്ഞു, അതിൽ മൂപ്പരഞ്ഞോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നത്, ഞാൻ സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ സംസാരത്തിൽ കുറച്ച് മാന്യത വേണം. കാരണം ഇജാദിന് ചെല്ലുമ്പോൾ ഇനി SKSകാരും ചെല്ലുമ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം. നമുക്കങ്ങനെ വാദപ്രതിവാദം ആര് പറഞ്ഞാലും അതിന് മുഴുവൻ മറുപടി വെക്കണമെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ല. നമ്മൾ വലിയ പ്രസ്ഥാനമാണ്, പല പരിപാടികളുമുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടേ അങ്ങോട്ട് മിന്നും. പുല്ലൂർ ചെന്നിട്ട് അങ്ങനെയാണ് സംഭവിച്ചതേ. മൂപ്പരെന്താ ചെയ്ത, റമളാൻ ഷരീഫ് ആരംഭിക്കുന്നതിൻ്റെ 4 ദിവസം മുന്നേ പരിപാടി വെച്ചു. എന്നാൽ പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട മജീദ് ഉസ്താദ്, വദർ ഉസ്താദ് ഓലൊക്കെ അജ്മീർക്ക് ടൂറും പോയിക്കുന്നത്, സിയാറത്ത് ടൂർ സന്ദർശനത്തിന് വേണ്ടി പോയിക്കുന്നത്. അപ്പം ആ 4 ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു പരിപാടി വെച്ചേക്കാം. എന്നാൽ പിന്നെ ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പെർമിഷൻ എടുത്തുകൊണ്ട് മറുപടി ഉണ്ടാവില്ല, റമളാൻ കഴിഞ്ഞാൽ പിന്നെ നടക്കൂല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് റമളാൻ്റെ തൊട്ട് മുമ്പ് ഷെയ്ഖുനാനെ എതിർത്തുങ്ങാണ്ട് ഒരു പരിപാടി. അവിടുന്ന് ജലീൽ ഫൈസിയൊക്കെ വിളിച്ചു, ഇങ്ങനെ പരിപാടി പെട്ടെന്ന് നാളെ തന്നെ പെർമിഷൻ എടുത്തോളിയായിരുന്നു. പ്രസംഗിക്കാൻ പോയി വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് പിന്നെ മറുപടിക്ക് വിളിച്ച ഈ സാധുണ്ട് പേരിന് റമളാൻ കാക്കും കരുതി വന്നാലേ ആലോചിച്ച് നോക്കാൻ. അപ്പോൾ ഇയാൾ പറഞ്ഞ എന്നോട്, അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല, നമ്മൾ ആദർശപരമായ വിഷയമല്ല. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു, ആയിക്കോട്ടെ, സ്റ്റേജുമ്മ കയറുമ്പോഴാണല്ലോ മാന്യത കുറച്ച് കുറയുന്നത്. കാറ് കുത്തിരുന്നുങ്ങാണ്ട് ആപ്പി ഉണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുത്തിരുന്നൊന്നാണ് സംസാരിക്കുക. വേണ്ടട്ടോ, നീ എനിക്കറിയാം വേണ്ടെന്ന് പറയുന്നു. എന്താ ഭയങ്കര ധൈര്യശാലിയാ. അപ്പോ മുത്തുപ്പേട്ട ദാവൂദുൽ ഹക്കീം വലിയുള്ള അല്ലേ, ഇപ്പം പറഞ്ഞ എന്താ, സ്വപ്നം അങ്ങനെ ഒരുക്കി വെക്കുകയാണ്.
സ്വപ്നം മഹിതമായ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ സുന്നത്ത് ജമാഅത്തിന് എന്താ വെച്ചാൽ ത്വരീക്കത്ത് വേണ്ടാന്നുള്ളടത്ത് ഓല് വിജയിച്ചു. ഏത് ഓല ആൾക്കാരൊക്കെ ത്വരീക്കത്ത് നിന്ന് മാറ്റി നിർത്തുക, അത് വേണ്ട, വ്യാജന്മാരാണ്, അടുക്കാൻ പാടില്ല, അപകടമാകുമെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ മാറ്റിയത്. ഇനിയിപ്പോൾ ഈ ആധ്യാത്മിക മേഖലയിൽ ആത്മീയ തലത്തിൽ ബാക്കിയുള്ളത് എന്താ? കുറച്ച് സിയാറത്ത്, കുറച്ച് ബർക്കത്തെടുക്കല്, ഇങ്ങനത്തെ കുറച്ചാണ്. അത് നീ ഒരു സനത് പറഞ്ഞിട്ട് അതാണ്ട് ഇല്ലാതെയാക്കിയാൽ പിന്നെ ഓൽക്ക് സുഖമായി. ബ്രിട്ടീഷുകാരെ ലക്ഷ്യം പൂർണ്ണമായി നടപ്പിലായി. ആ ലക്ഷ്യത്തിന്റെ സാധൂകരണത്തിനാണ് ഇയാൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ ആ കാര്യം വ്യക്തമാവും. വഹാബികൾ എല്ലാവരും വലിയ തന്തോസ്ത് കൂടിക്കണമല്ലോ പിന്നാലെ. ഓലൊക്കെ കൂട്ടിയാണ് ഞങ്ങളേറ്റിന് വരി അല്ലേ? ജക്കരിയാക്കളും മറ്റേ മടവൂരിയാക്കളും പിന്നേതാ AP ആക്കളും ഇനിയുണ്ടോ? ജിന്നൂരി, മടവൂരി, എന്തൊക്കെയാ അതിൽ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ പേര് പഠിക്കണമെങ്കിൽ തന്നെ ഒരു ദിവസത്തെ ക്ലാസ് വേണ്ടി വരും. ആട്ട മുജാഹിദ്, അങ്ങോട്ട് ഇപ്പോൾ കുറച്ച് മുജാഹിദ് ഇങ്ങനെ ആടി നിൽക്കുക അത്രേ. ആട്ട മുജാഹിദ്, ചിലവർ ഓട്ട മുജാഹിദ് അത്രേ. അപ്പം എന്താ വെച്ചാൽ ജുമാക്കൊക്കെ അടിയാണ് കിട്ടിയിട്ട് മണ്ടാണ് പള്ളിക്കന്ന് ഓട്ട മുജാഹിദ്. അങ്ങനെ ഒരുപാട് മുജാഹിദീങ്ങൾ ഇല്ലേ? പൊന്നു ഹബീബന്മാരെ പൊട്ടത്തരങ്ങളെ നേതാക്കന്മാർ പറഞ്ഞാണ് സുന്നത്ത് ജമാഅത്താണ് മഹിതം, മഹത്തരം, മഹോന്നതം. അതിലേക്ക് പോരി, എന്നാ ബേജാറായി നിൽക്കണ്ട. ഈ ടീമിൻ്റെ അടുത്തേക്കും പോണ്ട. ഇവർ അസിലില്ലാത്ത വർത്താനാ പറയുന്നത്, ഓൽക്കന്നെ അസിലില്ല. മുത്തുപേട്ട വലിയുള്ളാഹി ദാവൂദുൽ ഹക്കീം വലിയുള്ള മഹാനുഭാവൻ ഉന്നതമായ പദവിയിലുള്ള ആളാണ് എന്നാണ് ആര് പറയുന്നത്? ഷംസുല്ലുലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. സമസ്തയുടെ 40 വർഷത്തെ സുദീർഘമായ കാലഘട്ടത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അവരോധിതനായ ആളാണ് ഷംസുല്ലുലമ. നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. അദ്ദേഹം ഈ മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം വലിയുള്ള മഹാനുഭാവന്റെ പേരിൽ ഒരു മാലന്നെ ഉണ്ടാക്കിയിരിക്കണം, ഒരു കവിത തന്നെ ഉണ്ടാക്കി, അറബിയിൽ കവിത ഉണ്ടാക്കി അവിടെ തൂക്കിയിരിക്കണം. മുപ്പരെ പേരൊക്കെ എഴുതിയിട്ട്. ഈ ദാവൂദുൽ ഹക്കീം വലിയുള്ള മഹാനുഭാവന്റെ ചരിത്രം, മഹാനുഭാവൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ആളാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ജീവിച്ച ആളാണ് ഇദ്ദേഹം. മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം വലിയുള്ളയാണ് സിയാറത്ത് ചെയ്യപ്പെടാൻ യോഗ്യമായ ഉന്നതമായ വലിയകളുടെ സ്ഥാനത്ത് അവരോധിതനാണ് എന്ന് നമുക്ക് ലഭ്യമായത് എങ്ങനെയാ? മൂപ്പര മൗലൂദത അതിൽ പറയുന്നുണ്ട്. അമ്മ ഖിസ്സത്ത് ബുറൂസിഹി എന്ന് തുടങ്ങിയിട്ട് ഒരു ഹദീസ് മുഴുവൻ അതിനെക്കുറിച്ചാണ്. അദ്ദേഹം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞ് അവസാനം പറയാണ് വകാന കുല്ലു ഹാദാ ഫിൽ മനാം. ഇത് മുഴുവൻ സ്വപ്നത്തിലൂടെയാണ്. അപ്പോൾ ഒരാളിങ്ങനെ സ്വപ്നം കണ്ട് ഇന്ന സ്ഥലത്ത് മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച ദാവൂദുൽ ഹക്കീം എന്ന പേര്, അതും സ്വപ്നം. ഈ പേരെങ്ങനെ കിട്ടിയേ? സ്വപ്നം. സനത് ഇല്ല, വലിയാണെന്നുള്ളത് സ്വപ്നത്തിൽ കൂടെ കിട്ടിയത്. ഇതാണ് ഖബർ എന്നുള്ളത് സ്വപ്നം. മൂസാ നബിന്റെ കാലത്താണെന്നുള്ളത് സ്വപ്നം. ആവശ്യമുള്ള അങ്ങനെ പറഞ്ഞോളിട്ടോ അല്ലേ? എല്ലാം സ്വപ്നം അല്ലേ? ഈ AP കുട്ടികളോട് സനത് ചോദിക്കണതിന്റെ മുമ്പ് ആ വരക്കൽ മക്കാമിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ ഷംസുല്ലുലമയോട് പോയി ചോദിക്ക, എന്താ ഷംസുല്ലുലമ നിങ്ങളൊക്കെ കാട്ടിപ്പോയിക്കണേ? നിങ്ങൾ ആ മുത്തുപേട്ട പോയിങ്ങാണ്ട് കുറെ കവിത എഴുതേച്ചു, എവിടെ അതിന്റെ സനത്? ഇങ്ങോട്ട് പറയും അല്ലേ? തിരമാലകൾ വരുമ്പോ തടഞ്ഞു നിർത്തുന്ന ആ അരുത്തല്ലേ നിങ്ങൾക്കെന്ന് അത് മാന്തി തന്നാണ് ആ ചരിത്രം സനത്. പോയി പറയടോ. ഏതുവരെ വേണം? മൂസാ നബിന്റെ കാലം വരെ. ഇയാൾ ആ കാലത്താ, ആ സനദിന് വായിക്ക് അല്ലേ? എങ്ങനെ ആരാതൊക്കെ സ്വപ്നം കണ്ട്? പാട്ട് കേട്ടിട്ടില്ല നിങ്ങള്? പാട്ട് കേട്ടിട്ടില്ലേ അല്ലേ? തഞ്ചാവൂരെന്ന നാട്ടിൽ മുത്തുപ്പേട്ടെന്ന തട്ടിൽ തെളിവോടെ അന്തി ഉറങ്ങും വലിയുള്ളാഹി. എന്നിട്ട് ആരാ? പണ്ടാദേശത്തൊരു കർഷകൻ, പണ്ഡിതൻ അല്ല,
പിന്നെ പണ്ടാദേശത്തൊരു കർഷകൻ തന്റെ പാടത്തൊഴുത് മറിക്കുമ്പോൾ കണ്ടു അവനൊരു കബറീടം, മുഖം കൊണ്ടായിടത്തിൽ ചെഞ്ചോര നിറം. ഒരാൾ കന്നൂട്ടേനി. കന്നൂട്ടിയപ്പോ അവിടെ ഒരു കബറ്, ഒരു മയ്യത്ത് പ്രത്യക്ഷപ്പെട്ടു. ആളാരാ അറിയില്ല. അപ്പൊ മൂപ്പരാടെ ചെന്നിട്ട് പിന്നെ മൂപ്പരിങ്ങനെ സ്വപ്നം കാണുകയാണ്, ഇത് വലിയുല്ലാഹിയാണ്, ഇത് ദാവൂദുൽ ഹക്കീം, ഇത് മൂസാ നബിൻ്റെ കാലത്ത്, ഇത് ഖബറിൻ്റെ നീളത്തിലെ, ഇതൊക്കെ അങ്ങനെയാണ് സ്വപ്നം കണ്ട്. സനതുണ്ടോ? ഇല്ല. SKSSFന്റെ സിയാറത്ത് ടൂർ തല തിരിച്ചു വിട്ടളി. ഓൻ്റെ കുടിയൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ അന്യം പണ്ടാറക്കാല സിയാറത്ത് ചെയ്യണത്. ദാവൂദുൽ ഹക്കീം വലിയുള്ളിയും വേണ്ട, മമ്പർത്തപ്പാപ്പിയും വേണ്ട, ഒരാളും വേണ്ട, ഞാൻ എന്നെ സിയാറത്ത് ചെയ്ത് ഇവിടെ കുത്തിരിക്കുകയാണ് ആരെ അല്ലേ എന്ന് പറയേണ്ടേ. SKSS ഷംസുലുലമ കവിത എഴുതിയ ആ മഹാനുഭാവന് സനദില്ല. സനദില്ല. ഇനി അവിടെ ചെന്നിട്ട് സിയാറത്ത് ഇങ്ങനെ പോയിട്ട് എവിടേക്കാ പോണടാ സിയാറത്തിന്? ഇങ്ങോട്ട് തഞ്ചാവൂരെന്ന നാട്ടിൽ തെളിവോടെ അന്തിയുറങ്ങും വലിയുള്ളാഹി അറിയേണ്ടത്. അവിടെ ചെന്നിട്ട് ഇലാ ഹളറത്തി അടച്ചോനെ സനതുണ്ടോ? ഇല്ല, സനദില്ല. എന്താ പഞ്ഞ് കാട്ടുക? അവിടെ ചെന്നിട്ട് ആ കബർമന്ന് മുട്ടുക. സനദില്ലാതെ പരിപാടി നടക്കൂല കേട്ടോ, ഞങ്ങൾ നിർത്താൻ പോകുക എന്ന് പോയി പറ. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടാരത്തിൽ ആരെങ്കിലും മഹത്തുക്കളുടെ മഹാരഥന്മാരുടെ ആധാറുകൾ അംഗീകരിക്കാൻ, തബറുക്കെടുക്കാൻ, സിയാറത്ത് നടത്താൻ സനത് വേണമെന്നുള്ള വാദമുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീം വലിയുള്ള മഹാനുഭാവൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ആ മഹാനുഭാവൻ വരെയുള്ള സനത് കൊണ്ടുവരാൻ നിങ്ങളെ മുഴുവൻ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്റെ കൂട്ടരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്റെ സനത് ഞാൻ ശരിയാക്കി തരാം. കഴിഞ്ഞില്ല. പോയി തൃപ്പഞ്ചിക്കൊക്കെ വരുന്നുണ്ട്. തൃപ്പഞ്ചി മൈമൂലിയാരെ ഉറൂസ് നടക്കുകയാണ്. അതെ. 11 വയസ്സുകാരാണ്. തഞ്ചാവൂര് പറഞ്ഞാൽ കേരളത്തിലല്ലല്ലോ, അത് തമിഴ്നാട്ടിൽ അണ്ണാച്ചിയാളെ നാട്ടിലല്ലേ എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് തടിയൂരാൻ നോക്കും. നഞ്ഞ് കേരളത്തിലേക്ക് വരിക. തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് ഇതേതാ? ഇത് മൂപ്പരെ 2-ാം ഉറൂസ് വലിയുള്ളാഹി മുഹമ്മദ് മുസ്ലിയാർ നാമ 2-ാം ഉറൂസ് മുബാറക്ക് 2013 ഡിസംബർ. കുറേ ആൾക്കാർ, ചെറുശ്ശേരി അടക്കമുള്ള ആൾക്കാരുണ്ട്. അതാ അലിക്കുട്ടി മുസ്ലിയാരെ ലേഖനത്തിൽ കൊടുത്ത ഫോട്ടോ ആണ്. എന്താ അതിലെന്നറിയാം? ഇബലി SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ആര്? പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ. അള്ളാഹു ത്വരീഖത്ത് സ്വീകരിക്കാനുള്ള സൽബുദ്ധിയും അതിനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെ ഉസ്താദും കൂടിയാണ്. അപ്പോൾ ജാമ്യൻ്റെ പ്രിൻസിപ്പാളാണ്. ജാമ്യൻ്റെ കഥ വേറൊന്നുണ്ട്, ഒന്നും ടൈമില്ല. അതിൻ്റെയൊക്കെ സനത് വരുന്നുണ്ട്. സനദിൻ്റെ പൂരല്ലേ. മൂപ്പരെ ഇതാണ്. മൂപ്പരെ ലേഖനത്തിൻ്റെ ഹെഡിങ് അള്ളാഹുവിൽ ലയിച്ച മഹാമനീഷിയാണ് ആര്? ഇയാളത്ര. എന്നിട്ട് പറയാം ത്വരീഖത്തും കൊടിമരവും ഹെഡിങ്. കുത്തുബുൽ അക്താബ് ഗൗസുൽ ആലമിൽ നിന്ന് നേരിട്ട് ത്വരീഖത്ത് സ്വീകരിച്ചവരിൽ പെട്ട മഹത് വ്യക്തിത്വമായിരുന്നു തൃപ്പനച്ചി ഉസ്താദ്. എങ്ങനെ ജനറൽ സെക്രട്ടറി SYS സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നതെന്താ? ഇയാള് സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ. ഈ സെക്രട്ടറിമാർക്കൊന്ന് കൂടിയിരുന്നിട്ട് ഞമ്മക്ക് എന്തൊക്കെ നുണ പറയണം, എന്തൊക്കെ ആൾക്കാർക്ക് പറ്റിച്ചാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് കൂടെ കൂട്ടരെ. 2-4 ആൾക്കാരെല്ലാം ഉണ്ടാകുള്ളൂ. ഒന്ന് കൂടി അലയൻസ് ആവണ്ടേ? നുണ പറയുമ്പോൾ ഒരു ചേൽക്കിന് പറയണ്ടേ? ലോകത്തുള്ള ആൾക്കാരൊക്കെ കൂട്ടി ജാലിക കൂട്ടുമ്പോൾ സെക്രട്ടറിമാർ ഇവരെ സെക്രട്ടറിയും പ്രസിഡന്റ് പറയാതൊക്കെ ഇവരെ കൂട്ടത്തിൽ പരസ്പരം അംഗീകരിക്കും. ഇവര് ബാപ്പുലാര് പറഞ്ഞ്
അല്ല മഹാനായ ബാപ്പു മുസ്ലിയാർ പറഞ്ഞാണ്, അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കാതെക്കാൻ പറ്റൂല. ചെറുശ്ശേരി പറയോ, ചെറുശ്ശേരിനോട് എന്താ ബാപ്പുലര നിങ്ങൾ പോയത്തം പറഞ്ഞാണ്ട് അപകടം ഉണ്ടാക്കാൻ ആലോചിച്ച് പറഞ്ഞാൽ മതി, ഒന്ന് വിളിച്ചോണ്ടി അല്ലേ. ചെറുശ്ശേരിനെ വിളിച്ചാണ്ട് നിങ്ങൾ ആ ബാപ്പുവിനെ ഒന്ന് വിളിച്ചാൽ നമ്മളെ മക്കൾ ഇടങ്ങേറാക്കല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ടാവില്ല. അപ്പം ഞങ്ങളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഫളുലുള്ള ഫൈസി ഞാനും മജീദ് ഉസ്താദും ഒക്കെ മഞ്ചേരി അൽമദീന എജുലാൻഡിൽ ഇരിക്കുകയാണ്. രാവിലെ മുതൽ ചർച്ച ചെയ്ത് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് എന്താ പറയണ്ടേ, എങ്ങനെ പറയണം, ഈ വിഷയങ്ങൾ ഏതൊക്കെ, കിതാബും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. അല്ലെങ്കിൽ ഈ സനദിന്റെ വിഷയത്തിൽ ഈ ഏപ്യങ്ങാനും ഇന്നമദ്ദീൻ ബിൽ ഇസ്നാദി എന്ന് പറയാതെ മൂപ്പരാൻ പോയിക്കണമെങ്കിൽ ഇത് ഈ ഒരു ചർച്ച, ഈ ക്ലിപ്പിംഗ് ഇങ്ങനെ എടുത്തതാ പറയുന്നു ചെറിച്ച ഇങ്ങോട്ട് വേറൊന്നിട്ട് കൊടുക്കുക, പിന്നെ ചെറിച്ച രണ്ടും പാടെ കണ്ടില്ലേ പെരുഞ്ചെറി. ഇങ്ങനെയല്ല, കിതാബിന്റെ ഇബാറത്ത് വെച്ചായിരുന്നു AP വിഭാഗവും EK വിഭാഗവും തമ്മിലുള്ള സനദിന്റെ ചർച്ച എങ്കിൽ അനിക്സ്പ്രേയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന രീതിയിൽ അമ്പലക്കടവും കൂട്ടാളികളും ഈ രംഗം വിടുമായിരുന്നു. അതാണ് ഇബാറത്തിട്ട് കളിച്ചാൻ വയ്ക്കൂല. ഇന്നൊന്ന് വരി, നമുക്കൊന്ന് നോക്കുക, സനദിന്റെ പൂരപ്പ തീരൂലേ. ദാവൂദുൽ ഹക്കീം വലിയുള്ള എന്ത് ചെയ്യണം, സനദില്ല, സ്വപ്നമാണ്, പേര് സ്വപ്നം, വലിയ സ്വപ്നം, കാലം സ്വപ്നം, ദീർഘമായ കാലത്തെ സനദ് എവിടെ നിന്ന് നിനക്ക് കിട്ടി? അവിടെ നിന്ന് ബർക്കത്തെടുക്കാൻ പറ്റില്ല എന്ന് വരക്കൽ മക്കാമിന്റെ ചാര തന്റെ വിശ്രമം കൊള്ളുന്ന ശംസുൽ ഉലമയുടെ ചാര പോയി പറയടാ അല്ലേ. നോക്കൂ നിങ്ങൾ, ഖുത്ബുൽ അക്താബ് ഗൗസുൽ ആലമിൽ നിന്ന് നേരിട്ട് എന്ന് പറഞ്ഞാല് ഗൗസുൽ ആലം 570 വഫാത്തായി, തൃപ്പഞ്ചി 560 ചിലപ്പോ ഉണ്ടായി അള്ളാന്റെ ആൾക്കാർ. അങ്ങനെയാണോ? സനദ് എവിടെ? ത്വരീഖത്ത്, ഖാദിരിയ ത്വരീഖത്ത് ഗൗസുൽ ആലമിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചത് തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരാണ് എന്ന് സനദിന്റെ കോലാഹലം നടക്കുന്ന കേരളത്തിന്റെ പുതിയ ചിത്രത്തിൽ എഴുതി വിട്ടുകൊണ്ട് ആലിക്കുട്ടി മുസ്ലിയാർ അമ്പലക്കടവിനോട് നിറകെട്ട വാദവുമായി എന്റെ പ്രസ്ഥാനത്തിലാണെങ്കിലും നീ മുന്നോട്ട് പോകുകയാണെങ്കിൽ പരസ്യമായി ഞാൻ നിന്നെ വിചാരണ ചെയ്യുമെന്നല്ലടോ ഈ പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ അല്ല ആലിക്കുട്ടി വലിയ ഒന്ന് പറയട്ടെ, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞോട്ടെ, നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോൾ വേറെ മരുന്ന് ആലിക്കുട്ടി ഉസ്താദിന് കൊടുക്കും. എല്ലാവരും ഇത് ശേഖരം നമ്മൾ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരോട് കളിക്കുമ്പോൾ നിങ്ങൾ നോക്കണം, നിങ്ങളടുത്തുള്ളതും നമ്മളടുത്തുള്ളതും ഒക്കെ ഏകദേശം ഒന്നേക്കാരം. വേറെ കുറേ ഉണ്ട് അല്ലേ, ഒന്നാണെന്ന് പറയണ്ടല്ലേ, ചിലപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. വേറെ കുറേ ഞങ്ങളടുത്ത് സ്റ്റോക്ക് ഉണ്ട്. ഇതൊരു ടെസ്റ്റ് ഡോസാണ്, ഒരു ടെസ്റ്റ് ഡോസ് നിങ്ങൾക്ക് ഇട്ട് തരികയാണ്. എത്രത്തോളമൊക്കെ നിങ്ങൾ കളിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് തരികയാണ്. ഇത് ഇട്ട് തന്നിട്ട് നിങ്ങളൊന്ന് വരി, നിങ്ങളെ പാണ്ഡിത്യം തെളിയിക്ക്. നിങ്ങളാ AP ഭാഗം സാധുക്കളെ നെട്ടിച്ചാൻ വേണ്ടി ഇറങ്ങിയല്ലോ, ആ ഊക്കിലൊന്ന് വരി, കോട്ടയ്ക്ക് വരി, ഇൻഷാ അല്ലാഹ് ഞങ്ങളും വരാം. അമ്പലക്കടവിൻ്റെ ഊക്ക് നീ തന്നെ എന്നെ ഉടലോടെ കിട്ടണം അല്ലേ. കളിയാണ് പടിയില് കഴിഞ്ഞില്ല. ത്വരീഖത്ത് സ്വീകരിച്ചവരിൽ ഖുത്ബുൽ അക്താബിൽ നിന്ന് നേരിട്ട് ത്വരീഖത്ത് സ്വീകരിച്ചവരിൽപ്പെട്ട മഹത് വ്യക്തിത്വമായിരുന്നു തൃപ്പഞ്ചി ഉസ്താദ്. ഖാദിരിയാണ് തൻ്റെ ത്വരീഖത്തെന്നും ഗൗസുൽ ആലം തങ്ങളാണ് തൻ്റെ ഷെയ്ഖെന്നും ഉസ്താദ് ഇടയ്ക്കിടെ പറയാറുണ്ട്. ഇടക്കിടയ്ക്ക് ഈ സനദില്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ വേറെ പ്രശ്നമുണ്ട് ഇവർക്ക് എന്താ വെച്ചാൽ ഈ APക്കാരടുത്തൊരു കേസുണ്ട്, അതിൻ്റെ സത്യാവസ്ഥ ഇതൊക്കെ ഓല് തമ്മിൽ തന്നെ ഏകദേശം തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, നമ്മളിപ്പോൾ ഇരിക്ക് കിടക്കണില്ല. ആ സാധുവിൻ്റെ അടുത്തുണ്ടായ ബൽക്ക് പൈസ കിട്ടൂല. അതേസമയത്ത് മമ്പുറം മക്കാമിന്റെ സനദ് വ്യക്തമായി ഒന്ന് വായിച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓർവാണ് മുറിയും
ഇന്നയാളിൽ നിന്ന് ഇന്നയാൾക്ക് കിട്ടി, അയാളിൽ നിന്നും പിന്നെ ഇയാൾക്ക് കിട്ടി, അയാളിൽ നിന്ന് പിന്നെ ഇയാൾക്ക് കിട്ടി എന്ന് വന്ന് വായിക്കി. അത് വായിച്ചൊന്നും വേണ്ട, ചിക്കിളി കിട്ടിയിട്ടെല്ലാം ഉണ്ടണ്ട സനത് അല്ലേ. അതെങ്ങാനും ആ കേസിൽ ഏപ്പിക്കാർക്കാണ് കിട്ടിയെങ്കിൽ ഈ അമ്പലക്കടവിന്റെ ഒക്കെ നാവ് 14 അല്ലേ. ത്വരീഖത്തിന്റെ എണ്ണ അല്ല പറഞ്ഞത്. കായ് ഐറ്റങ്ങൾക്കാണ് കിട്ടിയത് എങ്കിൽ സനത് വേണം അല്ലേ. ബ്രിട്ടീഷുകാരൻ്റെ കിട്ടിയതാണ്, സനത് വേണം എന്ന് പറഞ്ഞപ്പോ ഇറങ്ങൂലേ. കാശ് അവർക്കാണ് എന്ന് വന്നപ്പോ ഓന്റെ ഉസ്താദായി ബഹാവുദ്ദീൻ കൂരിയാട്, ഇവന്റെ പ്രിയ ശിഷ്യനാ അമ്പലക്കടവ്. ഉസ്താദും ശിഷ്യനും ഉള്ള കളിയാ അല്ലേ. മമ്പുറം മക്കാമിന്റെ സനത് വായിക്ക് ചിക്കിളിയൊക്കെ ഉണ്ട്. തൃപ്പഞ്ചിന്ന് കായ് കിട്ടണ ബെൽക്കാണേ മയമൂല്യാരെ. അപ്പൊ അവിടെ സനത് ആവശ്യമല്ല. ഏപ്പിക്കാരെ കേശത്തുനിന്ന് കിട്ടുന്ന കായ് ഇങ്ങോട്ടല്ല അങ്ങോട്ടാ, എന്നാ അത് സനത് വേണോ. മണിയാണ്, പണമാണ് 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 പ്രശ്നം. ഇതാണ് പ്രശ്നം. കഴിഞ്ഞില്ല. ഗൗസുൽ ആലം തങ്ങളാണ് തൻ്റെ ഷെയ്ഖെന്ന മുസ്താദ് ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു. ആ മഹാന്റെ ഓർമ്മകൾ ജീവസുറ്റതാക്കാൻ വേണ്ടിയാണ് ഉസ്താദ് തൃപ്പഞ്ചി മലമുകളിൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു കൊടിമരം സ്ഥാപിച്ചത്. ആ കൊടിമരം സ്ഥാപിക്കാനുള്ള സനത് എവിടുന്ന് കിട്ടിയേ ആണല്ലോ. ഒരു കൊടിമരം അങ്ങനെ നിൽക്കുക, അവിടെ പോയിട്ട് ബർക്കത്തെടുക്കുക, ആൾക്കാർ അവിടുന്ന് ദ്വാരക്കാണ്. അവിടെ പോയി നോക്കണം. ഞാൻ പോയിക്കണം അവിടെ എന്താ അവിടെ പരിപാടി നടക്കണമെന്ന് അറിയണമല്ലോ പറയുമ്പോൾ. ഇതേമാതിരി ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടിമരം ഇങ്ങനെ കിട്ടുക, ഓരോരുത്തർ വന്നു കണ്ടിങ്ങനെ ഇച്ച ത്വരീഖത്ത് ഗൗസുൽ ആലം തന്നു എന്നിങ്ങനെ പറഞ്ഞ. നാട്ടിൽ മുഴുവൻ കൊടിയേക്കാരും. നിങ്ങളാ സമ്മേളനത്തിന് 85 കൊടി, ശരിക്കും 40 മുഷാവറക്കാർക്ക് 40 കൊടി മതി. പക്ഷെ 40 നാട്ടിയാൽ പിന്നെ പൊരിഞ്ഞ അടിയേക്കാരവിടെ. കാരണം ഒരു വലിയ കൊടി നാട്ടുക, നമ്മൾ പണിയെടുക്കുക ഒരു കൊടി നാട്ടുക, അതാ പ്രശ്നം. അപ്പം 85 കൊടി, ബാക്കിയുള്ള കച്ചറകളൊക്കെ പിടിച്ചിട്ട് നാട്ടിക്കോട്ടെ, പതാക ഉയർത്തട്ടെ അറിഞ്ഞുകൊണ്ട് നാട്ടിൽ. ചില ആൾക്കാർ ചോദിക്കുകയാണത്രേ, ഇപ്പം സനത് ചോദിക്കുമ്പോൾ സനതില്ലാതെ ഓരോരുത്തർ കേസേറ്റ് ഇങ്ങനെ വന്നാൽ പിന്നെ നമ്മളെന്താ കാട്ടുക. നമ്മളിങ്ങനെ ത്വരീഖത്തുമായിട്ട് വന്നാൽ എന്താ കാട്ടുക, തൃപ്പഞ്ചി വന്ന മാതിരി നേരിട്ട് കിട്ടിയാണ്. ഗൗസുൽ ആലം തങ്ങൾ എൻ്റെ ഷെയ്ഖ് ഗൗസുൽ ആലമാ എന്താ കിട്ടുക. നിന്നെ മുമ്പ് ആ ജീവസുറ്റതായിട്ട് ആ വ്യക്തിത്വത്തെ കിട്ടാൻ വേണ്ടിയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കൊടിയും ഇതായിരുന്നു. അത് ഗൗസുൽ ആലം നേരിട്ട് കിട്ടിയ സനതുണ്ടോ? അങ്ങനെ കൊടിമരം നാട്ടാനും ഓരോരുത്തർക്ക് ത്വരീഖത്തും കിട്ടാൻ തുടങ്ങി എന്താ കാട്ടുക. ആർക്കും വന്നൂടെ, എപ്പോഴും വന്നൂടെ, എപ്പോഴും പറഞ്ഞൂടെ, ഏത് നാടനും വന്നൂടെ. ഓരോരുത്തരും പറയാ കന്നൂട്ടുന്ന സമയത്ത് കൂട്ടണേൻ്റെ ഇടക്ക് ഒരു ഖബറൻ കണ്ടു, ഇതാ ഇത് നൂഹ് നബിന്റെ കാലത്തുള്ള, അതുകൊണ്ട് വേറെ ഒരുത്തൻ കന്നൂട്ടിയപ്പോ വേറെ ഒരുത്തൻ കിട്ടി, ഇത് ഇബ്രാഹിം നബിന്റെ കാലത്തുള്ളതാണ് എന്ന് പറഞ്ഞു വന്നാൽ എന്താടോ കാട്ടുക. അതിനൊക്കെ ഒരു പരിഹാരം ആദ്യം പറ, അപ്പൊ ഇതിനും ഒരു പരിഹാരം ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, കൊടിമരം കൂടാതെ റിഫായി തങ്ങളുടെയും പേരുള്ള കൊടിമരം ഇവിടെയുണ്ട്. ഇവ രണ്ടും ഉസ്താദ് നാട്ടുമ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്താ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും അനുമതി പ്രകാരമാണ് ഇവിടെ നാട്ടുന്നത്. അതിനുള്ള സനത് എവിടെ? ഇത് നബി എല്ലാ അമ്പിയാക്കന്മാരും വന്നാണ്ട് എന്നോട് പറഞ്ഞു, എന്താ റിഫായിൻ്റെയും ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ഇവരെ കൊടി നാട്ടിക്കോ. ചോദിക്ക്, ആലിക്കുട്ടി മുസ്ലിയാരോട് ചോദിക്ക്, സനത് എവിടെ? കൊടിക്ക് സനത് എവിടെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സനത് എവിടെ? ചോദിക്ക്. ആലിക്കുട്ടി മുസ്ലിയാരൊക്കെ ഇങ്ങനെ കുറച്ചാലും കഴിഞ്ഞ് ഞാൻ റിഫായി ഷേഖിൻ്റെ നേരിട്ടുള്ള കിട്ടിയതാണ്. അതിന് പശ്ചാത്തലം ഒരു അല്ലാഹു ആലം. എന്തായാലും അതിനൊക്കെ തെളിവും സനദോക്കങ്ങളും കൊണ്ടുവരും. പിന്നെ ഇവര് പറയാണ് ആദ്യകാലത്ത് ഇവരെന്താ പറഞ്ഞത്? ത്വരീഖത്ത് 824 മുറിഞ്ഞുപോയി. എന്നിട്ട് ഇവരെന്ത് പറയും? ഞങ്ങൾ മഖ്ദൂമിയ പാരമ്പര്യത്തിന്റെ ആൾക്കാരാ. മഖ്ദൂമിയ പാരമ്പര്യം. ബഹുമാനപ്പെട്ട മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു 966 റമളാൻ 10 മക്കയിൽ വെച്ച് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്യുന്നത്. ഹിജ്റ
966 റമളാൻ 10 മക്കയിൽ വെച്ച് വെള്ളിയാഴ്ച ദിവസം ത്വരീഖത്തിൽ ഷെയ്ഖിനെ സ്വീകരിച്ച് ബൈഅത്ത് ചെയ്യുന്നു. ഇവര് പറയുന്നു അത് 824 മുറിഞ്ഞേക്കണ്. 824 മുറിഞ്ഞത് 966 സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു സ്വീകരിക്കുന്നു. ഒരു കഷ്ണ കിട്ടിയത് മഖ്ദൂം തങ്ങൾക്ക്. രണ്ടുപേര് പറയാം ഞങ്ങൾ മഖ്ദൂമിയ നിങ്ങൾ പുണ്ണാക്ക്, നിങ്ങൾ ഇർവിൻ പ്രഭുവിൻ്റെ പാരമ്പര്യ അല്ലേ, മഖ്ദൂമൊന്നും അങ്ങോട്ടൊന്നും പോണ്ട അല്ലേ. ഇങ്ങോട്ട് നിങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പറഞ്ഞ അപകടപ്പെടും. നിങ്ങളെ പാരമ്പര്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ സനദൊന്ന് വായിച്ചാ നിങ്ങൾ ആണ്ട് മുട്ടട്ടെ റസൂലുള്ളാഹിയിലേക്ക് അല്ലേ. ചെറുശ്ശേരി പ്രസിഡന്റുമാരെ വിളിച്ചാൽ കോയക്കുട്ടി, എന്താ ആലിക്കുട്ടി, കോയക്കുട്ടി മുസ്ലിയാർ മൂപ്പർക്ക് എവിടുന്ന് കിട്ടിയേ? കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മൂപ്പർക്ക് എവിടുന്ന് കിട്ടിയേ? അസ്ഹരി തങ്ങൾ. അവിടെ സനത് മുൻകത്തിയ മൂപ്പര് മുറിഞ്ഞു പോയി അല്ലേ അല്ലേ. മൂപ്പർക്ക് എവിടുന്ന് കിട്ടിയേ? കെ അസ്രത്തിന്റെ അടുത്തുനിന്ന്. മൂപ്പർക്ക് എവിടുന്ന് കിട്ടിയേ? കണ്ണീയത്തിന്റെ അടുത്തുനിന്ന്. കണ്ണീയത്തിന് എവിടുന്ന് കിട്ടിയേ? സദഖത്തുള്ള മൂല്യ. അവിടെ ഒരു മുറി, ഡബിൾ കട്ട് അല്ലേ. ഇപ്പോഴത്തെ ഈ ആര്യാടൻ്റെ വകുപ്പ് കട്ടാകണ കണ്ടിട്ടില്ല, ഇടക്കിടക്ക് കറണ്ട് പോകണം എന്ന മാതിരിയാണ് സമസ്തൻ്റെ ഇടക്കിടക്ക് ഈ സിൽസില മുറിഞ്ഞേക്കണം അല്ലേ. അങ്ങനെ കഴിഞ്ഞ് നേരെ പോയി കണ്ണീയത്ത് കഴിഞ്ഞ് സദക്ക മൗലിയാർ കഴിഞ്ഞ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കഴിഞ്ഞ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കഴിഞ്ഞ പിന്നെ അതിന്റെ മേലക്ക് സനത് വായിക്കുക. പിന്നെ ആരാ? വരക്കൽ മുല്ലക്കോയ തങ്ങൾ കഴിഞ്ഞാൽ ഇർവിൻ പ്രഭു സനത് മുത്തസിലാക്കി തരാ അല്ലേ. അത് കഴിഞ്ഞാൽ ഇർവിൻ പ്രഭു. വരക്കൽ മുല്ലക്കോയ തങ്ങൾ കഴിഞ്ഞാൽ ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭു കഴിഞ്ഞാൽ റീഡിംഗ് പ്രഭു. നിങ്ങളെ സനതാ. റീഡിംഗ് പ്രഭു കഴിഞ്ഞാൽ ചാംസ്ഫോർഡ്. ചാംസ്ഫോർഡ് കഴിഞ്ഞാൽ ഹാർഡിംഗ് പ്രഭു. ഹാർഡിംഗ് പ്രഭു കഴിഞ്ഞാൽ ബിൻഡോ പ്രഭു. ബിൻഡോ പ്രഭു കഴിഞ്ഞാൽ കേസൺ പ്രഭു. അങ്ങനെ പോകും. അങ്ങനെ അങ്ങനെ പോയിട്ടേ തെരഞ്ഞു നോക്കേണ്ടി വരും. അമേരിക്ക, ബ്രിട്ടൻ. ഈ പ്രഭു പ്രഭു എന്ന് കേൾക്കുമ്പോൾ ഖദ്ദസല്ലാഹു ചെല്ലണ്ട. സമസ്തന്റെ സനത് പറയേ ആൾക്കാരെ ഈ സാധു ഏപ്പിക്കാരെ നെഞ്ഞത്ത് ഇങ്ങനെ കയറി ഡാൻസ് കളിക്കണോ? സമസ്തന്റെ ചേളാരി സമസ്തയുടെ ആധികാരിക പരമോന്നത പരമകാഷ്ട എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ആ സാധനത്തിന്റെ സിൽസില സനത് ഒന്നിട്ട് പറയേ. ഇർവിൻ പ്രഭുവും റീഡിംഗ് പ്രഭുവും ചാംസ്ഫോർഡും അല്ലേ കേസണും ഒക്കെയാണ് ഇവരെ മഹിതമായ വിലായത്തിന്റെ പദവിയിലേക്ക് ഉയർന്ന മഹത്തുക്കളുടെ. വേറെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. റിസാലത്തും വിലായത്തും ഒക്കെ നിങ്ങളെ നേതാക്കന്മാർക്ക് കിട്ടിയത് പറയാൻ ഇൻഷാ അല്ലാഹ് ഈ സമയമില്ലാത്തോ. അങ്ങനെ ഹിജ്റ 824 ത്വരീഖത്ത് മുറിഞ്ഞു എന്ന് പറഞ്ഞു. കുത്തുബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനുഭാവൻ വന്നിട്ട് പറഞ്ഞു, ജനങ്ങൾക്ക് ഈമാൻ പകരാൻ, ജനങ്ങൾക്ക് വിശ്വാസം പകരാൻ, ഈമാനിലായി, സന്തോഷത്തിലായി, തൗഹീദിലായി ചിരിച്ചു മരിക്കാൻ ഇതങ്ങനെ മുറിഞ്ഞു പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് അത് കാലാകാലങ്ങളിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പ്രക്രിയയാണ് എന്ന് വളരെ മനോഹരമായി ലോകത്തെ ബോധ്യപ്പെടുത്തി. നിങ്ങൾ തിരുത്തിയെന്ന് പറഞ്ഞില്ല. നിങ്ങളിപ്പോ എന്താ പറയണെന്ന് ചോദിച്ചാല് ചെറുശ്ശേരിന്റെ ഭാഷയിൽ പറഞ്ഞ ഒറ്റയല്ല ഇരട്ടിയല്ല ഒരട്ടാറിനാണ് മൂപ്പര് പറയലുണ്ട് എന്ന മാതിരിയാണ്. മുറിഞ്ഞിക്കണോ? മുറിഞ്ഞിക്കണ്. എവിടെ? പഴയ രേഖയിലൊക്കെ മുറിഞ്ഞിക്കണോ? ഇല്ല. എവിടെ? പുതിയ രേഖയിലൊക്കെ. നിങ്ങളെടുത്തുണ്ടോ? ഇല്ല. എന്തിനാ പിന്നെ? അത് അവിടെ മുറിഞ്ഞും ചെയ്തിക്കണ, ഇവിടെ മുറിഞ്ഞിട്ടും ഇല്ല. അത് എങ്ങനെയാ പിന്നെ കയ്യിൽ വെക്കുക? അല്ലെങ്കിൽ ഈ സാധനം എന്താ? ഈ സമസ്ത അല്ലേ? എന്താണ് സാധനം? എന്താണ് സാധനം? സമസ്ത പാരമ്പര്യമുള്ള ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, പണ്ടേതോ അറബി വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാന്ന് സിംസത്ത് കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞെടുത്ത് പേര് വായിച്ചോ. സമസ്ത കേരള അറബി പദമൊന്നും അല്ലല്ലോ, മലയാളത്തിലുള്ളതാണ്. സിംസിത്ത് വായിച്ചു.
എന്നിട്ട് എന്താ അവര് പറയുന്നത്? പുതിയത് 85ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചിറങ്ങിയ ചെറുശ്ശേരിയുടെ ലേഖനം. ആരാ? കോട്ടമല ബാപ്പു മൗലവിയുടെ ജാഥ ക്യാപ്റ്റൻ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ പറയണം, ത്വരീഖത്ത് മുറിഞ്ഞു, അത് അവസാനിച്ചു, ഷെയ്ഖുമാരുണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ തബറുക്കിന്റെ ആൾക്കാരേക്കാരും ഓലെന്നെ ഒളിച്ചൊത്തിരിക്കേക്കാരും മാളത്തിലേക്കാരും പിടിച്ചാ കിട്ടൂല, മണ്ടലാണെന്നൊക്കെ പറഞ്ഞ ഈ ടീം അവസാനം കേരളക്കരയിലെ പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ഈമാൻ ധ്വംസിക്കാനുള്ള അവരുടെ പ്രചരണത്തിന് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് പ്രചരണ രംഗത്ത് ജീലാനി സ്റ്റഡി സെന്ററും ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ മുരീദുമാരും വളരെ സജീവമായി രംഗത്ത് വന്ന് ആളുകൾ ഈമാനിലേക്ക് വരാൻ തുടങ്ങിയപ്പോ ഇനി അവരെ പിടിച്ചു കെട്ടാനുള്ള സൂത്രവാക്യം ഏതാണ് എന്ന അന്വേഷണത്തിന്റെ പരിണത ഫലമായി രൂപപ്പെട്ട ഏറ്റവും നികൃഷ്ടമായ ഒരു ചിന്തയുടെ പരിണിത ഫലമായി അവർ എഴുതി വെച്ചു 55ാം വാർഷികത്തോടനുബന്ധിച്ച്. എന്താ? തബ്ലീഗ്, ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് എല്ലാം പൂർണ്ണ അളവിലും ഗുണത്തിലും ഇവിടെ തന്നെ ലഭിക്കും. വല്ല ബൂസ്റ്റിന്റെയും പരസ്യമാണെന്ന് തോന്നിപ്പോ. ഗുണത്തിലും അളവിലും മേന്മയിലും ഇവിടെ തന്നെ ലഭിക്കും. ചെറുശ്ശേരി മുറിഞ്ഞുപോയി എന്നാ പറഞ്ഞ 824-ൽ. ആരാണിത് മുറിച്ചത്, കൂട്ടിച്ചേർത്തത്? KT മാനു മുസ്ലിയാർ. ഇപ്പൊ ശരിയായ ഷെയ്ഖുമാർ ഇല്ല എന്നാ പറഞ്ഞത്. മാനു മുസ്ലിയാർ ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ലാതിരുന്നതും മാനു മുസ്ലിയാരുടെ മരണാനന്തരം ഉണ്ടായതുമായ ആ പൂർണ്ണ അളവിലും ഗുണത്തിലുമുള്ള ത്വരീഖത്ത് ഏതാണ് കൂട്ടരെ? അതിന്റെ സനദൊന്നാണ് വായിക്കുക. പൂർണ്ണ അളവിലും തൂക്കത്തിലുള്ള ത്വരീഖത്തിന്റെ സനദൊന്നാണ് വായിച്ചാണി. ഉണ്ടോ? അങ്ങോട്ട് വിടന്നെ വടായി. അപ്പൊ ഇതിങ്ങനെ വായിക്കുമ്പോ ഇനി ആരെങ്കിലും ത്വരീഖത്തിന് വേണ്ടി, ത്വരീഖത്ത് നമ്മളെ കൂട്ടത്തിൽ ഏതായാലും മുറിഞ്ഞിങ്ങനെ അവിടെ മുറിയാത്ത ഉണ്ട് കാരണം പോണ്ടട്ടോ, നിങ്ങൾ കണ്ടില്ല ആ വാർഷിക പതിപ്പില് പൂർണ്ണ അളവിലും തൂക്കത്തിലും ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ചെറുശ്ശേരിയാണോ പൂർണ്ണ അളവിലും തൂക്കത്തിലും ത്വരീഖത്ത് കൊടുക്കുന്നവൻ? ആണോ? ആ കോയക്കുട്ടി മുസ്ലിയാരാണോ പൂർണ്ണ അളവിലും തൂക്കത്തിലും കൊടുക്കുന്നത്? ആരാണ് ഈ പൂർണ്ണ അളവിലും തൂക്കത്തിലും കൊടുക്കുന്ന മാണിക്യക്കല്ല്? ആ സാധനത്തിന്റെ പേരൊന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു അന്വേഷണം നടത്തിയാൽ ഇൻഷാ അല്ലാഹ് ഇതും നിങ്ങൾ തിരുത്തും. ഏർവാടി ഏർവാടിക്ക് പോയാലില്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദിഷൽ ഏർവാടി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സമസ്തക്കാര് ടൂർ പോകുമ്പോ ആലോചിക്കണം, ഏർവാടിയിൽ ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് പിന്നെ മഹാനുഭാവന്റെ ഖബറൊന്നും കാണാതെ കാട് കെട്ടിപ്പോയി. 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം നല്ല ഇബ്രാഹിം വലിയുള്ള സ്വപ്നം കണ്ടു. ഖബർ ഇതാണ്. സ്വപ്നം കണ്ടു, ഇതാണ് ഖബർ, ഇതാണ് ഇബ്രാഹിം ബാദിഷാ ഷഹീദ് വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറഹു. സ്വപ്നം കണ്ടു. സനദ് വേണം. സമസ്തക്കാർ അമ്പലക്കടവടക്കമുള്ള എല്ലാ ടീമും കൂടിക്കോ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദിഷൽ ഏർവാടി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ സ്വപ്നത്തിലൂടെയാണ് മഹാനുഭാവന്റെ ഖബർ നിശ്ചയിച്ചത്. നല്ല ഇബ്രാഹിം 600 വർഷങ്ങൾക്ക് ശേഷം. എവിടെ സനദ്? എവിടെ സനദ്? ഏർവാടി ദർഗാ സിയാറത്തിന് പോകുമ്പോ അവിടെ ചെന്നിട്ട് സിയാറത്ത് ചെയ്യുമ്പോ ആലോചിക്കുക, എവിടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സനദ് ഉണ്ടോ? ഇല്ല. അവിടെ അങ്ങനെ പോയിട്ട് സനദൊന്നും ഇല്ലല്ലേ, നമുക്കാണ് പോവുക. ടൂർ മാറ്റി, സിയാറത്ത് ടൂർ മദ്രസകളിൽ നിന്ന് പോകാൻ. സനദ് എവിടെ? എവിടെ സനദ്? അമ്പലക്കടവ് ജീവിതത്തിന്റെ അവസാനം വരെ മുക്രയിട്ടാലും ഈ സനദ് തെളിയിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് വിനയപുരസരം നിന്നെ അറിയിക്കുകയാണ്. അല്ലേ?
സുന്നത്ത് ജമാഅത്തിന്റെ സിയാറത്തിന്റെ കേന്ദ്രങ്ങൾ, മഹത്തുക്കളുടെ ജാറങ്ങളിലേക്ക് പോകാനുള്ള പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്ന ആളുകളുടെ സാഹചര്യത്തിനാണ് ഇവൻ സനത് ചോദിച്ചിട്ട് വിലങ്ങിടാൻ നിന്ന്. അപകടമല്ലത്? അപകടമല്ലേ? സനത് സനത് പറഞ്ഞാണ്ട് സനത് കൊണ്ട് കുത്തുബിയത്തോതാറില്ലേ സുന്നികൾ? وإن جدي رسول الله كان يقول أنت الخليفة لي في خير كل مقول فكل أمتي المدد ارتضاك عقول فأنت قيم الشرع محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. എവിടെടോ അതിന്റെ സനത്? എന്താ പറഞ്ഞേ? وإن جدي رسول الله كان يقول, പുണ്യ റസൂൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, പറയാറുണ്ടായിരുന്നു, ഒരട്ടം പറയല്ല, പറഞ്ഞുകൊണ്ടേയിരുന്നു റസൂൽ. എന്താ പറഞ്ഞത്? അന്തൽ ഖലീഫത്തു ലീ ഫീ ഖൈരി കുല്ലി മഖൂൽ ഫകുല്ലി ഉമ്മത്തിയൽ മദദർതലാക ഉഖൂൽ വഅൻത ഖയ്യിമു ശർഇ മുഹിയദ്ദീനി. മനോഹരമായ കുത്തുബിയത്തിന്റെ ബൈത്തില്ലേ, ആ ബൈത്ത് പാടുന്ന സമയത്ത് കുത്തുബിയത്തിന് വേണ്ടി സംഗമിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ബൈത്ത് എന്താ മൂപ്പര് പറഞ്ഞേ? വഇന്ന ജദ്ദി റസൂലല്ലാഹി കാന യഖൂൽ തൽ ഖലീഫത്തു ലി ഫീ ഖൈരി കുല്ലി മഖൂൽ. ഗൗസുല്ലാമിനെ കുറിച്ച് അങ്ങന്റെ ഖലീഫയാണ് എന്ന് റസൂലുള്ള സാധാരണമായി പറയാറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥിരമായിട്ട് പറയാറുണ്ടായിരുന്ന അങ്ങന്റെ ഖലീഫയാണ് എന്ന് ഗൗസുല്ലാമിനോട് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി റളിയല്ലാഹു അൻഹു കവിതയിലൂടെ പഠിപ്പിച്ച ഈ റസൂലുള്ളാഹിന്റെ വചനത്തിന്റെ സനദ് എവിടെയാണുള്ളത്? വായിക്കാൻ വിനയത്തോടു കൂടെ ആവശ്യപ്പെടുന്നു. ഇനി സനദില്ല, ഈ ക്ലിപ്പിംഗ് ഇടുക വഹാബിയാള്. എന്നിട്ട് അബ്ബാസ് ഫൈസിദ് ആ സനദില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞിട്ട് പേര് ഇങ്ങക്ക് ഞാൻ ശരിയാക്കി തരാ. അപ്പൊ നിങ്ങൾക്ക് സനദല്ല, ഏറ്റിക്കൊണ്ടോണ്ടി വരും സനദ്. അത് വേറെ വിഷയം. നിങ്ങളും നമ്മളും വേറെ കളിയാ. ഇത് ബെൽക്കുള്ള ട്രീറ്റ്മെന്റാണ്. നിങ്ങൾ വരുന്ന സമയത്ത് നമ്മളിന് വന്ന ആ പരിസരത്തുണ്ടാവൂല. ഞങ്ങൾ വേറെ ഇതൊന്നും പാടൂല. ഇതൊന്നും പാടൂല. നിങ്ങളേറ്റ്